ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്ന അതിദാരുണമായ ദുരന്തം, ആ ദുരന്തത്തിന്റെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രദേശത്തെ ആളുകളെല്ലാം, പ്രദേശവാസികളെല്ലാം. 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയായി. മൃതദേഹങ്ങൾ പാലക്കാട്ടെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചത്. ആശുപത്രിയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ കുഴപ്പമില്ല എന്ന് കഴിഞ്ഞ ദിവസമേ ഡോക്ടർമാർ അറിയിച്ചതാണ്. ഈ അപകടമുണ്ടായ സ്ഥലത്തെ പ്രദേശവാസി ശ്രീ ജോൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോൺ, ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം, ആ നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം നമ്മളെല്ലാം ഞെട്ടലോടുകൂടി കേട്ടതാണ്. കാറിൽ കുട്ടികൾക്ക് മധുരം വാങ്ങാൻ വേണ്ടി പുറപ്പെടുന്നതിന് ഇടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. 4 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. ഒരു കുട്ടിക്ക് ഇപ്പോൾ അല്പം ആശ്വാസകരമായ സ്ഥിതിയിലേക്ക് ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ അമ്മയുടെ അവസ്ഥ മോശമായി തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക്, നാട്ടുകാർക്കും ഉറ്റവർക്കും ഒക്കെ ലഭിക്കുന്ന വിവരം എന്താണ്? ശ്രീ ജോൺ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? അങ്ങേ കേൾക്കാമോ? പറയുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് ഉറ്റവർക്കും പ്രദേശവാസികൾക്കും ഒക്കെ ലഭിക്കുന്നത്? അമ്മയുടെ ആരോഗ്യ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോ അറിയുന്നത് ഏതാണ്ട് ഒരു 40% മുകളിൽ പൊള്ളലുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊള്ളലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആന്തരിക അവയവങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള തകരാറുകൾ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ട് സ്ഥിതി അല്പം മോശമാണ് എന്തായിരുന്നു നേരത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചത്. അതെ. കുടുംബത്തിന് വലിയൊരു ദുരന്തം, ആ പ്രദേശത്ത് തന്നെ ഒരു വലിയ ഞെട്ടലല്ലേ? കാരണം കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഭർത്താവിന്റെ മരണം, അതിന് തൊട്ടു പിന്നാലെയാണ് കുടുംബത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ കാർ അവിടെ വീട്ടിൽ ഇറക്കാലമായി നിർത്തിയിട്ടിരുന്ന വാഹനമാണോ അതോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം തന്നെയാണോ? അതായത് ഭർത്താവ് മരിച്ചിട്ട് ഏതാണ്ട് ഇപ്പൊ ഒരു 2 മാസത്തോളം തികയുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ കാറ് അങ്ങനെ ഉപയോഗത്തിലില്ലായിരുന്നു. കാരണം ഈ എൽസി എന്ന് പറയുന്ന, അതായത് മാർട്ടിന്റെ ഭാര്യ, സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലിക്ക് ഹാജരാകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പൊ അതിനെ തുടർന്നിട്ട് ഓപ്പറേഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതാണ്ടൊരു 18 ദിവസം അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ്, ആ ലീവിന് ശേഷം, ആ ഓപ്പറേഷന് ശേഷമാണ് നേഴ്സ് ജോലിക്ക് ഹാജരാവുകയും സെക്കൻഡ് ഡേ അപ്പൊ അത്രയും ദിവസം വരെ ആ കാറ് ഐഡിയലായിട്ട് കിടക്കുകയായിരുന്നു അവിടെ. പിന്നെ വളരെ പഴക്കമുണ്ട്. പെട്രോൾ ഫ്യൂവലിലാണ് അത് ഓടുന്നത്. ഇതാണ് നമുക്കുള്ള ഒരു വിവരവും കിട്ടുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് ആ ഫാമിലി എനിക്ക് അറിയുന്നതുമാണ്. ഈ അപകടമുണ്ടായ ഉടനെ തന്നെ പെട്രോളിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നല്ലേ ഈ അപകടത്തിന് ശേഷവും? അങ്ങനെ പറയുന്നതായിട്ട് അങ്ങനെ കേൾക്കുന്നു. അതായത് ഈ സൈനസൈറ്റിസ് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ഈ എൽസിയെ സംബന്ധിച്ചിടത്തോളം ശ്വാസത്തിലെ ഈ മണം അറിയാനായിട്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും അമ്മയ്ക്ക് അത് മനസ്സിലാകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു ധാരണ. ഇപ്പോൾ ഈ എൽസിയുടെ അമ്മയും ഈ വാഹനത്തിൽ കയറാനായി തുടങ്ങുകയായിരുന്നു അല്ലേ? അതെ. ലാസ്റ്റ്, അതായത് അവര് വീട് മെയിൻ ഡോർ പൂട്ടിയിട്ട് അവര് കൂടി ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ സ്കൂൾ സംബന്ധമായിട്ടുള്ള എന്തോ പഠന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാവിലെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ പാലന ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് ഒരു 4 മണിയോടുകൂടി ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഇവിടെ ഒരു 5 മണിയോടുകൂടി ഇവിടെ വീട്ടിലെത്തുകയും ചെയ്തു. അങ്ങനെയാണ് സമയത്താണ് ഇങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് വിവരം കിട്ടുന്നത്. ഇപ്പോൾ മരിച്ച ആൽഫ്രഡിന്റെയും എമിലിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട്ടെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതോ പാലന ആശുപത്രിയിലാണെന്ന് എന്റെ ഒരു ധാരണ. സംസ്കാര കാര്യത്തിൽ തീരുമാനമായോ എങ്ങനെയാണ് എന്നുള്ളത്? സംസ്കാര കാര്യത്തിൽ അല്ല, അതിന്റെ കാര്യങ്ങളായിട്ടില്ല. കാരണം അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതാകാനുണ്ട്. അതായത് അവരുടെ ഈ കുട്ടികളുടെ പപ്പായ അടക്കിയിരിക്കുന്നത് അട്ടപ്പാടി താവളം പള്ളിയിലാണ്. താവളം ധ്യാന കേന്ദ്രമില്ല, അതിനടുത്തായിട്ട്.
ഒരു അട്ടപ്പാടിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണല്ലേ? അപ്പോൾ അട്ടപ്പാടിയിൽ നിന്നാണ് ഇവര് ഇവിടെ ഏതാണ്ട് ഒരു 5 വർഷത്തിന് മുകളിലായി ഇദ്ദേഹം മാർട്ടിൻ ഒരു ഇന്റീരിയർ നല്ലൊരു ക്രിയേറ്റീവായിട്ട് ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കോവിഡിന്റെ കാലഘട്ടത്തിന് സമയത്താണ് അദ്ദേഹം ഇവിടെ നാട്ടിൽ വരികയും ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പണികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ കുടുംബം നന്നായിട്ട് വരുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് ഏതാണ്ട് ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ലിംഫോമ എന്ന് പറയുന്ന നമ്മുടെ ഈ താടിയെല്ലിന് കീഴെയുള്ള ഗ്ലാൻഡില് ലിംഫ് ഗ്ലാൻഡില് എൻലാർജ്മെന്റ് ഉണ്ടാകുകയും അത് ലിംഫോമ ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത്. അത് 4th സ്റ്റേജിലാണ് നമുക്കത് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിന്റെ വലിയ ആഘാതത്തിന് പിന്നാലെയാണ് ആ കുടുംബത്തിലൊരു ദുരന്തം കൂടി ഉണ്ടായത്. വളരെയധികം ട്രീറ്റ്മെന്റ് നമുക്ക് അമലയിലും അതുപോലെ തന്നെയാണ് വെല്ലൂരും ഒക്കെ ആയിരുന്നു. വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലായിരുന്നു. പിന്നീട് ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് എൽസിയുടെ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വരുമാനമായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അലീനയെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു അറിവാണ് ഞങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നന്ദി. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. പാലക്കാട്ട് കാർ കത്തിയ അപകട കാരണം അത് പെട്രോളിലുണ്ടായ ലീക്കാണ് എന്ന പ്രാഥമികമായ നിഗമനത്തിലേക്കാണ് MVD എത്തിയത്. ആ പ്രദേശം സംബന്ധിച്ച് വലിയ ആഘാതമാണ്. 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയായി. ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. പിതാവിനെ അടക്കം ചെയ്ത അട്ടപ്പാടിയിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണ് ഇവിടെ. അമ്മയുടെ നിലയും ഗുരുതരമായി തുടരുന്നു. ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അല്പം മെച്ചമുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം.